ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റേഴ്സിൽ റെഗുലർ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ സെൽഫ് സ്റ്റഡിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഏതെങ്കിലും ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇഗ്നോ ലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. UG പ്രോഗ്രാമിന് 500 രൂപ പെർ സബ്ജക്റ്റ് പെർ ഇയറും PG പ്രോഗ്രാമിന് 700 രൂപ പെർ സബ്ജക്റ്റ് പെർ ഇയർ ആണ് വരുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടതാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്ത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടൈം ആവുന്ന സമയത്ത് നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. 2024 ജാനുവരി സെഷനിലെ അഡ്മിഷൻ ഡിസംബറിൽ തുടങ്ങിയതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിനകത്ത് അഡ്മിഷൻ എടുത്തിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നുണ്ടാവും. ഇഗ്നോ ലേർട്സ് വഴി അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് നമ്മൾ അപ് ടു ഡേറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം മാനേജ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് സമയപരിധിയും അതുപോലെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ID കാർഡ് എടുക്കണം, പിന്നെ പ്രൊഫൈൽ ലോഗിൻ ഇഷ്യൂ, പിന്നെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണം. ക്യാൻസലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ, എക്സാം, ക്ലാസ്, അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ റീരജിസ്ട്രേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ പറയും തോറും നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, ഏകദേശം 2-3 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയ്ക്കകത്ത് കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ പല വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ആണ് പാർട്ട് 1. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഇഗ്നോയുടെ അഡ്മിഷൻ വെച്ച് കഴിഞ്ഞാൽ 8 സ്റ്റെപ്പ് ഉള്ളതാണ്. അതായത് ഒരു 6 സ്റ്റേജും പിന്നെ 7ാമത്തെ സ്റ്റേജ് പ്രിവ്യൂം, 8ാമത്തെ സ്റ്റേജ് പേയ്മെൻറ്റും ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സെയിം ആ ഒരു അഡ്മിഷൻ എടുത്ത പോർട്ടലിൽ യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഈ പറഞ്ഞേക്കുന്ന യൂസർ നെയിം പാസ്വേഡും അഡ്മിഷൻ പോർട്ടലും നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആയിട്ട് ID കാർഡ് എടുക്കുന്ന വരെയാണ് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് രണ്ടും സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റൊക്കെ അടച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ പോർട്ടലിൽ നോർമൽ നിങ്ങൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ലോഗിൻ ചെയ്ത പോലെ തന്നെ ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞ് 4 ഓപ്ഷൻ ഉണ്ടാവും. ഹോം, മൈ ആപ്ലിക്കേഷൻ, ട്രാൻസാക്ഷൻ, ഡിസ്ക്രിപ്പൻസി ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് മൈ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമും പേയ്മെൻറ്റ് റിസീപ്റ്റും എന്ന് പറഞ്ഞിട്ട് 2 യെല്ലോ ബാർ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് രണ്ടും ഡൗൺലോഡ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമും പേയ്മെൻറ്റ് റിസീപ്റ്റും നിർബന്ധമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇൻ കേസ് അഡ്മിഷൻ കൺഫേം ആവാത്ത ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കേണ്ടത് ഈ 2 സംഭവങ്ങൾക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് അഡ്മിഷൻ കൺഫേം ആവണ വരെ നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫാണ്. അപ്പോൾ അത് രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞാൽ ഇഗ്നോ നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, കൺഫർമേഷൻ തരും. ഈ കൺഫർമേഷൻ നോർമലി 2 വീക്സിൻ്റെ ഉള്ളിൽ വരാറുണ്ട്. ചില ആൾക്കാർക്കൊക്കെ 1 ദിവസം കൊണ്ട് വന്നിട്ടൊക്കെ ഉണ്ട്. ചില ആൾക്കാർക്ക് 2 ആഴ്ചയുടെ ഉള്ളിൽ വരാറുണ്ട്. ചില ആൾക്കാർക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാറുണ്ട്. പക്ഷേ ഒരു ആവറേജ് ടൈം 2 വീക്സിൻ്റെ ഉള്ളിൽ വരും എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ അവർ മെയിലായിട്ടോ അല്ലെങ്കിൽ SMS ഒക്കെ ആയിട്ട് അതായത് അയച്ചു തരാറുണ്ട്. അതായത് കൺഫർമേഷൻ മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ID കാർഡ് ഡൗൺലോഡ് ചെയ്യണം. വരാത്തവരാണെങ്കിൽ എന്നാണോ കൺഫർമേഷൻ കിട്ടുന്നത് വെച്ചാൽ അന്ന് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എത്ര വരെ ഡിലേ ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് വരുന്നുണ്ടോ അതുവരെയൊക്കെ കൺഫർമേഷൻ കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ചില ടൈമിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഡിസ്ക്രിപ്പൻസി വരാറുണ്ട്. അങ്ങനെ ഡിസ്ക്രിപ്പൻസി വരേണ്ടത കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യും കേട്ടോ. അതുപോലെ ഈ അഡ്മിഷൻ എടുത്തിട്ട് ഈ പിന്നീട് അഡ്മിഷൻ വേണ്ട തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസലേഷൻ ഓപ്ഷൻ ഉണ്ട്. എത്ര ദിവസത്തിനുള്ളിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ചില ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ കൺഫേം ആയി പിന്നെ നിങ്ങൾ ID കാർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ നമുക്ക് ബുക്സ് വരിക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബുക്സിൻ്റെ ഫീസും കൂടി നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതായത് ഡിഫോൾട്ട് ഓപ്ഷൻ ഇൻക്ലൂഡിങ് ബുക്സ് ആണ്. ബുക്സ് എന്തായാലും പോസ്റ്റലായിട്ട് ഇഗ്നോ അയച്ചു തരും. ഓക്കെ, ഇനി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും, ചില ആൾക്കാരോട് ചോദിക്കും നിങ്ങൾക്ക് പ്രിൻറ്റഡ് ബുക്സ് വേണോ അതോ സോഫ്റ്റ് കോപ്പി വേണോ. അങ്ങനെ സോഫ്റ്റ് കോപ്പി എന്ന് സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് PDF സൈറ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ബുക്സ് വരില്ല കേട്ടോ. ഇപ്പോൾ നോർമലി പ്രിൻറ്റഡ് ബുക്സ് ഉള്ളതാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് ബുക്സ് അയച്ചു തരും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൈറ്റിനകത്ത് നിന്ന് ബുക്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെ വീഡിയോ നമ്മൾ ഇടും കേട്ടോ. അതൊന്നും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല, കുറച്ച് ലെങ്തി കാര്യങ്ങളാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇഗ്നോത്തെ ക്ലാസ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സ്വന്തമായിട്ട് പഠിക്കാവും ഏറ്റവും നല്ലത്. ഇനി വല്ല സ്റ്റഡി സെൻറ്റർ ക്ലാസ്സുകളുണ്ടെങ്കിൽ അഡ്മിഷൻ മൊത്തം ക്ലോസ് ആയതിനു ശേഷം ഇഗ്നോ എന്ന് വല്ല ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ അറിയിക്കുന്നതായിരിക്കും.
പിന്നെ പറയാനുള്ളത് എക്സാമിൻ്റെയും അസൈൻമെൻറ്റും കേസാണ്. നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഈ ജൂണിൽ എക്സാം ഉണ്ടാവും. ഇയർ വൈസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഡിസംബറിലാണ് എക്സാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് 2 മാസം മുന്നേയിട്ട് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇനി റീരജിസ്ട്രേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിലെ പേയ്മെൻറ്റ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ കമ്മിങ് ഇയറിലോ അല്ലെങ്കിൽ കമ്മിങ് സെമസ്റ്ററിലോ പേയ്മെൻറ്റ് അടയ്ക്കുന്ന പ്രോസസ്സിനെയാണ് റീരജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെമ്മായിട്ട് പേയ്മെൻറ്റ് അടച്ച ആൾക്കാർക്ക് അടുത്ത 6 മാസത്തിൽ സെക്കൻഡ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം. ഇപ്പോൾ നിങ്ങൾ ഇയർ വൈസിൻ്റെ പേയ്മെൻറ്റ് ആണ് അടച്ചെങ്കിൽ ഇവിടുന്ന് 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെയും പേയ്മെൻറ്റ് അടയ്ക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളോട് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഫുൾ ഇൻഫോർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ വീഡിയോസ് ഇടും. അതായത് ID കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ലോഗിൻ ഇഷ്യൂ, അതുപോലെ ബുക്സ് കിട്ടുന്ന കാര്യങ്ങൾ, ബുക്സ് എങ്ങനെയാണ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, എക്സാം എപ്പോഴാണ്, അസൈൻമെൻറ്റ് എപ്പോഴാണ്, പിന്നെ റീരജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ, ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അങ്ങനെ 10 പാർട്ട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ പറ്റും. ഓക്കെ, ബൈ.